ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എത്രയും സ്നേഹിക്കപ്പെട്ട ദൈവജനമേ, വലിയ നോമ്പിൻ്റെ കാലയളവിൽ കൂടെ കടന്നു പോവുകയാണല്ലോ. ഇന്നേ ദിവസം ഒരു തിരുവചന ഭാഗങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. 1 പത്രോസ് 2-ാം അധ്യായം 2-ാം വാക്യം. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി. വചനത്തിൻ്റെ സ്വാധീന ശക്തിയെക്കുറിച്ചാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. നോമ്പുകാലം ദൈവവചന ധ്യാനത്തിൻ്റെ വസന്തകാലമാണ്. വചനം ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്ത് ഇന്ന് വചനത്തിലൂടെ യേശു സജീവമായി നമ്മുടെ മധ്യേ പാർക്കുന്നു. വചനധ്യാനത്തിലൂടെ യേശു നമ്മുടെ ജീവിതത്തിൽ ചലനം സൃഷ്ടിക്കുന്ന കാലമാണ് നോമ്പ് സമയങ്ങൾ. വേർതിരിക്കപ്പെട്ട ഈ വിശുദ്ധ സമയങ്ങളെ വചനം കൊണ്ട് പൂരിതമാക്കുവാൻ നമുക്ക് ശ്രമിക്കണം. വചനം വ്യക്തി ജീവിതങ്ങളിൽ വരുത്തുന്ന പ്രഭാവം എന്താണ്? വചനം വീണ്ടും ജനനം നൽകുന്നു. ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ ആണ് വിശ്വാസ സമൂഹം വീണ്ടും ജനിക്കുന്നത്. എന്നും നിലനിൽക്കുന്ന വചനത്തിൻ്റെ സ്വാധീനം നിരന്തരം അനുഭവമാവുകയും ചെയ്യുന്നു. വചനത്താൽ നിലനിൽക്കുന്നത് വിശ്വാസ സമൂഹത്തിൽ വിശുദ്ധ മാമോദിസായുടെ വീണ്ടും ജനന അനുഭവത്തിലേക്ക് വ്യക്തി പ്രവേശിക്കപ്പെടുന്നു. പ്രായത്തിനനുസരണമായി ഈ അനുഭവത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുകയാണ് വെല്ലുവിളി എന്നാണ് വീണ്ടും ജനനമെന്ന് കർത്താവ് വ്യക്തമാക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3:8. സന്ധിമജ്ജകളെ ഭേദിച്ച് ആത്മാവിൻ്റെ അന്തരാളങ്ങളിലേക്ക് അരിതിറങ്ങി അന്തർഭാഗത്തെ സത്യങ്ങളെ നിരന്തരം പരിശോധിച്ച് നമ്മുടെ മുമ്പിൽ പിടിച്ച് നൽകപ്പെടുന്ന നിലക്കണ്ണാടി ആ വചനമാണ്. ആ വചനത്തെ ജീവിതത്തിൻ്റെ പരിശോധന മാനദണ്ഡങ്ങളാക്കുന്ന സമർപ്പണമാണ് സഭയെ എന്നും പുതുക്കത്തിലേക്ക് നയിക്കുന്നത്. എപ്പോൾ ഈ വചനത്തോട് സഭാജനങ്ങൾക്ക് വിരക്തി തോന്നുന്നുവോ അപ്പോൾ സഭാഗാത്രത്തിന് ശോഷണവും വളർച്ചാ മുരടിപ്പും അനുഭവപ്പെടും. നോമ്പുകാലം വചനത്തോടുള്ള ബന്ധത്തിൽ വളരാൻ സഹായിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. ദൈവം രൂപകൽപ്പന ചെയ്യുന്ന ഭാവിയിലേക്ക് ദൈവത്തോടു കൂടെ നടന്ന് ഇഴക്കൽ നെയ്യുന്ന ദൈവം മനുഷ്യ പങ്കാളിത്തം, സ്വകീയ താല്പര്യങ്ങൾക്കപ്പുറം ദൈവിക താല്പര്യങ്ങളെ മാനിക്കുന്ന പ്രതിബദ്ധതയുള്ള തീരുമാനങ്ങൾ. ഇതാണ് വീണ്ടും ജനനം. വചനം നമ്മെ രക്ഷയിലേക്ക് വളർത്തുന്നുണ്ട്. രക്ഷ എന്നത് ദൈവകൃപയാൽ ദൈവം സൗജന്യമായി നൽകുന്നതാണ്. രക്ഷിക്കപ്പെട്ട ദൈവവൈതലിന് പൂർണ്ണതയിലേക്കുള്ള വളർച്ചയും വികാസവും ഉണ്ടാകണം. അതിന് ശിക്ഷണത്തോടു കൂടിയ പ്രയാണം ആവശ്യമാണ്. തൻ്റെ നിര്യാണകാലം സമീപിക്കുന്ന വൃദ്ധനായ പൗലോസ് തൻ്റെ ആത്മീക അനുഭവങ്ങളെ ഒക്കെ പശ്ചാത്തലത്തിൽ പറയുന്നത് ഞാൻ പിടിച്ചു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഫിലിപ്പിയർ 3:14. രക്ഷ എന്നത് ഒരു നിമിഷത്തിൽ അനുഭവമാകുന്നതും പിന്നീട് മുരടിക്കേണ്ടതുമല്ല. രക്ഷയിലേക്കുള്ള വളർച്ച വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ചും കൊണ്ട് ആകണം. കർത്താവിനെ സകല വിട്ട് അനുഗമിച്ചവരാണ് ശിഷ്യന്മാർ. പക്ഷേ അവരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നിങ്ങളിൽ വലിയവർ ആരെന്നുള്ള തർക്കം അവരെ ബാധിച്ചതായി കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 18:3. ഈഗോയാകണം അവിടെ സംഭവിച്ചത്. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കാനുള്ള തീവ്രമായ മോഹം സ്വയത്തിന് മരിച്ച് ഉയർക്കുന്നവരാണ് അനുഭവമാക്കുന്നത്. വചനമെന്ന പാൽ അല്ലാതെ ആത്മീയ ഭക്ഷണത്തിന് പകരം വയ്ക്കാൻ വേറൊന്നുമില്ല. അക്ഷരത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു പരിവർത്തനം വചനത്തിനും സംഭവിക്കേണ്ടതുണ്ട്. ദേവാലയത്തെക്കുറിച്ചും ന്യായപ്രമാണത്തെക്കുറിച്ചും ഇസ്രായേൽ എന്ന ആശയത്തെക്കുറിച്ചും സ്തെഫാനോസ് പ്രസംഗിച്ചത് സാധാരണ യഹൂദ സങ്കല്പങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ്. ഇന്നും ആക്ഷരികമായി വചനത്തെ കണ്ട് അതിൻ്റെ രൂപാന്തരീകരണ ശക്തി നഷ്ടപ്പെടുത്തുന്നവരുണ്ട്. സ്വയം നൽകിയ വചനമായ യേശുവാണ് വചനത്തിൻ്റെ അന്തസത്ത. അതിൽ നിന്നും അന്യപ്പെട്ട സുവിശേഷം ആര് പ്രസംഗിച്ചാലും അവർ സഭയിൽ നിന്നും ശപിക്കപ്പെട്ടവരാണ്. പോഷണത്തിനായി അമ്മയുടെ മാറോട് ചേർന്ന് മുലപ്പാൽ നുണയുന്ന പൈതങ്ങളെ പോലെ ദൈവവചനത്തെ ഭക്ഷിക്കുന്ന സഭാമക്കളുടെ ഉണർവുകാലമാണ് നോമ്പുകാലം. വചനം ദൈവസഭയെ പണിയുന്നുണ്ട്. വചനമാണ് സഭാജീവിതത്തിൻ്റെ അടിത്തറ. പ്രവാസകാലത്ത് രൂപപ്പെട്ട
യഹൂദ സെനഗോഗുകളിൽ വചനവായനയുടെയും ധ്യാനത്തിൻ്റെയും നല്ല ഫലങ്ങൾ ആയിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. യേശു നസ്രത്തിലെ ദേവാലയത്തിൽ നിന്ന് യെശയ്യാപ്രവാചകന്റെ വചനം വായിച്ചു കേൾപ്പിച്ചത് ഓർമ്മിക്കുമല്ലോ. ആദിമസഭയുടെ ഒത്തുചേരലുകളിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുകയും അപ്പം നുറുക്കുകയും ചെയ്തിരുന്നു. തെളിയിക്കപ്പെടുന്ന തിരുവെഴുത്തുകൾ ആരാധനാ സമൂഹത്തിൻ്റെ ജീവിത അടിത്തറയും മാർഗനിർദ്ദേശവുമായിരുന്നു. ജീവനുള്ള കല്ലായ യേശുവിൻ്റെ അടുത്ത് വന്ന് ജീവൻ പ്രാപിച്ച് ആത്മീയ ഗ്രഹങ്ങളായി പണിയപ്പെടുന്നതിന് വചനത്തിൻ്റെ കേൾവി അത്യന്തം സഹായകരമായും മാറും. ക്രിസ്ത്യാനിത്വം വ്യക്തിപരതയിൽ നിന്നും സമൂഹത്തിലേക്കുള്ള വളർച്ച പ്രാപിച്ചത് ഈ ഉടമ്പടി സമൂഹമെന്ന ചിന്താധാരയിൽ നിന്ന് തന്നെ ആയിരുന്നു. സമൂഹമായി വളരുന്നതിനുള്ള പ്രേരണയും പ്രചോദനവും വചനത്തിൻ്റെ തന്നെ. ഒരു പ്രദേശത്തുള്ള വിശ്വാസികൾ ഒരുമിച്ച് ചേർന്ന് രൂപീകരിക്കുന്ന ആരാധന സമൂഹമായ ഇടവകകൾ ക്രിസ്തീയ ദർശനത്തിൻ്റെ സംഭാവനയാണ്. അനുരഞ്ജനത്തിൻ്റെ കൈസ്തരോടുകൂടി ചേർന്ന് മുറിക്കുന്ന പെടുന്ന അപ്പവും പങ്കുവയ്ക്കപ്പെടുന്ന പാനപാത്രവും സാമൂഹിക ആരാധനയുടെ ഉദാത്ത ഭാവങ്ങളാണ്. ഈ നോമ്പുകാലം അനുരഞ്ജനത്തിൽ വളരുന്ന ആരാധന സമൂഹത്തിൻ്റെ ഉത്സവകാലമായി മാറണം. ആയതിനെ ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.